ഞാൻ അതിന്റെ മുറ്റത്തൂരൊക്കെ നോക്കിയിട്ട് വന്നു, ഒരാളും കണ്ടില്ല. തുറക്ക്. സോ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറാൻ പോവാണ്. അതിനകത്ത് ആളുണ്ട്. എനിക്ക് കുക്ക് ചെയ്തതിൻ്റെ മണം വന്ന് ഞാൻ പറഞ്ഞില്ലേ. അല്ല, അതാ തുറന്നു കിടക്കുന്നു. പക്ഷേ ഞാൻ എന്താ പറയുന്നത്, തുറന്നു കിടക്കുന്നു. എന്താ ഇവിടെ ആളുണ്ട്. കുക്ക് ചെയ്തതിൻ്റെ മണം എനിക്ക് കിട്ടിയായിരുന്നു. ഒരു കാറ് കിടക്കുന്നു. ടോയ്ലറ്റ്. പള്ളിയായിരിക്കും. പള്ളി വീടല്ല, ഡെഫിനറ്റ്ലി വീടല്ല, പള്ളി. വീട് ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വച്ചേക്കോ, ഇത്രയും കുരിശൊക്കെ വെച്ചിട്ട്. അതല്ല, കുക്ക് ചെയ്തതിൻ്റെ സ്മെല്ല് വന്നേ. അതുകൊണ്ടാ മെഴുകരി ഇരിക്കുന്നുണ്ടല്ലേ. സോ ഇതിൻ്റെ ഈ സൈഡിൽ പോയിട്ട് വരാം. ബാ, അകത്ത് പിന്നെ കയറാം. ഇല്ല, നല്ല. ഓ, കണ്ടോ, കാറുകൾ പോകുന്ന സൗണ്ടൊക്കെ കേൾക്കാം. പക്ഷേ കണ്ടോ, നമുക്ക് ഈ സൈഡിൽ കൂടെ പോയിട്ട് ഈ ബിൽഡിങ് മൊത്തം ഒന്ന് കാണാം ആദ്യം. ഇത് ഡെഫിനറ്റ്ലി പള്ളി പോലത്തെ എന്തോ ഒരു ബിൽഡിംഗ് ആണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാര്യം ഒരു മനുഷ്യരില്ല ഇവിടെ ചോദിക്കാൻ. പിന്നെ ഒരു ബോർഡോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. ഓക്കെ, നമ്മൾ സൈലക്കാസ്ട്രയിൽ നിന്ന് ഒരു 25 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്ത് ഈ മൗണ്ടൻ്റെ മുകളിലെത്തി. വരുന്ന വഴിയിലുള്ള വ്യൂസ് ആബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ് ആണ്. സോ ഡെഫിനറ്റ്ലി ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ നിങ്ങളെല്ലാം വരണം. ഓക്കെ, പിന്നെ ഇതേ കണ്ടില്ലേ, ഇവിടെ ഒരു കുരിശുണ്ട്. ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. നമ്മളിതിൻ്റെ അകത്ത് കയറിയില്ല ഇതുവരെ. കാര്യം ഇവിടെ ഒരു മനുഷ്യരെ കാണാത്തതുകൊണ്ട് നമുക്കൊരു സംശയം. ഇതെന്ത് മരമാണെന്നറിയാം. ഇതിൽ നല്ല രസമുണ്ട്. പണ്ട് ഈ പടത്തിലെ കാണുന്ന പോലത്തെ ഉള്ള ഭംഗിയുള്ളൊരു മരം. ഓക്കെ, അപ്പോൾ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു കസേരയൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഇരുന്നാൽ എന്താ വ്യൂ കാണുന്നത് നോക്കാം. ഓ, സെയിം നമ്മൾ മറ്റേ കൊടൈക്കനാലിൽ സൂയിസൈഡ് പോയിന്റിലൊക്കെ പോയി നിൽക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. അതൊന്നും കാണാൻ. ഈ കാണുന്ന ഇതല്ലോ, ഈ കുരിശും ഈ ഫ്ലാഗുമാണ് ഇത്. അപ്പോൾ ഈ സ്ഥലത്തിന്റെ പേര് ഇതാണ്, മോണി പനാഗിയാസ് കൊറിഫിസ്. മോണി പനാഗിയാസ് കൊറിഫിസ് എന്നുള്ള സ്ഥലമാണിത്. നമ്മൾ ഇവഞ്ച്വലി കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ വരണം, ഈ സ്ഥലമൊക്കെ ഒന്നൊന്ന് കാണണം കേട്ടോ. ഗ്രീസിൻ്റെ ഫ്ലാഗാണ്, കുരുങ്ങി കിടക്കുവാണ്. നമുക്കൊന്ന് ക്ലിയർ ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, എങ്ങനെയാണോ അത് കെട്ടിയിട്ടേക്കാണെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, എൻ്റെ ഫോണിപ്പോൾ തറ പോയനല്ലോ, അത് ക്ലിയർ ചെയ്യാൻ പോയിട്ട്. ഓക്കെ, ഉണ്ടോ, ഇവിടെ പള്ളിയുടെ മണിയാണിത്. ഇത് പള്ളി മണി. ഓ, ദേ ആളുണ്ട് ഇവിടെ. ദേ ഒരു നണ്ണുണ്ട്. എടി, ആളുണ്ട്. ഒരു നണ്ണ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ ഫൈനലി ഒരാളിനെ കണ്ടു. ദേ ഇത് കണ്ടോ, ഇവിടെ എന്താണ് എഴുതി വച്ചേക്കുന്നതെന്നൊരു പിടിയുമില്ല. പക്ഷേ കണ്ടോ, അമേസിങ് വ്യൂസ്. ഇല്ല, കന്യാസ്ത്രീയാണ്. കയറിപ്പോയവർ പിള്ളേരോട് വരട്ടെ. വാ ചക്കി വാ.
പിള്ളേരെ കാണുമ്പോൾ അവർക്കൊരു പ്രത്യേക ഇത് തോന്നില്ലേ, നമ്മൾ മാത്രം പോയാൽ മലയാളി ഉണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് നോക്ക്, പറയാൻ അടിപൊളിയായിരിക്കും എന്നാ. മലയാളി സിസ്റ്റർ ചുന്നു വരുന്നുണ്ടോ? ചുന്നു വരുന്നുണ്ടോ? കണ്ടോ, ആ നല്ല പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ച് സൂപ്പറാക്കി വെച്ചേക്കാണ് കേട്ടോ. ചക്ക അവിടെ നോക്കി, അവിടെ അവിടെ അടിപൊളി. ഓ ഹലോ 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 ഉണ്ടോ? നമുക്ക് നല്ല സൂപ്പർ ഒരു ഗാർഡൻ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഒരു സിസ്റ്റർ പോകുന്നുണ്ട്. വെരി നൈസ്. ഇത് എനിക്ക് തോന്നുന്നൊരു മഠമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതൊരു മഠമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. വാവ്, സൂപ്പർബ് സൂപ്പർബ്. കണ്ടോ, absolutely beautiful. Wow, wow, super beautiful, amazing. എന്ത് ഭംഗിയാ നോക്കടി. അവരിവിടെ ചെയ്ത് വെച്ചേക്കുന്ന നോക്കിയാണ്, എന്ത് ഭംഗിയിലാന്ന് നോക്കിയാണ്. അയ്യ, ഹലോ, ഹായ്. താങ്ക് യു. ഓക്കെ, സോ ഓപ്പൺ എന്നാണ് പറഞ്ഞു നടക്കുന്നത്. മലയുടെ മുകളിൽ വന്നിട്ടുള്ളൊരു പള്ളിയാണ് നോക്കുന്നത്. നല്ല മണം. ഇന്നലെ നമ്മൾ അമ്മൂമ്മ തിരി ഉണ്ടാക്കുന്നുണ്ടോ? സിസ്റ്റർ വരുന്നുണ്ട്, ഞാൻ വരുന്നുണ്ട്. ഹായ്, നല്ല മണല്ലേ. ഇന്നലെ ഞാൻ ആ തിരി കത്തിച്ച് വെച്ചില്ലേ, ഈ ഇത് വെച്ചിട്ടാണ് അവർ ഇതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യുന്നത്. എന്നിട്ട് ഇത് മുഴുവൻ എണ്ണയാണ്, അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു തിരി ഇട്ടിട്ട് അത് ഫ്ലോട്ട് ചെയ്ത് കുറേ നാൾ അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക, തീരത്തില്ല, കുറേ അത് എണ്ണ തീരുന്നവരെ. ചക്കി നമുക്ക് എഴുതാറുണ്ട്, അതെ, എഴുതിയിടാം ഇതിനകത്ത്. Amazing vibe, amazing vibe. I can feel the presence of God here. Definitely, like very divine. കൊച്ചു പള്ളിയാണ്, ഒരു ചാപ്പൽ പോലെ മലയുടെ മുകളിൽ തകർച്ചയാക്കി തോന്നിട്ട്. Wow. ഇതെന്താ ഇന്നലെ ഞാൻ തീ കത്തിച്ച് വെച്ചതാ, ഇങ്ങനെയാണ് അത് വെക്കുന്നത്. ഈസ്റ്ററിന് വരാൻ പറ്റിയ സ്ഥലമല്ലേ. ഒരു പ്രത്യേക ഒരു എനർജി ഇതിൻ്റെ അകത്ത് അല്ലേ, ഒരു പ്രത്യേക എനർജി എൻ്റെ ഉള്ളിൽ. സോ പോസിറ്റീവ്.
I feel so blessed. എത്ര വർഷം മുമ്പ് ഉണ്ടാക്കിയതായിരിക്കും ഇത്. എൻ്റെ അകത്തൊരു എക്സ്ക്യൂസ് മീ മെഴുക് തിരിയുടെയൊക്കെ ഒരുമാതിരി ഒരു നല്ല സ്മെല്ലുണ്ട് കേട്ടോ, ഒരു പ്ലസൻറ്റ് സ്മെല്ല്. സോ ഒരു പോസിറ്റീവ് എനർജി കിട്ടിയ പോലെ തോന്നുന്നുണ്ട് ഇവിടെ വന്നിട്ട്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ പുറത്തോടെ കാണിച്ചിട്ട് എനിക്കിത് ഇതിൻ്റെ അകത്ത് നല്ലോണം ഇരുന്നൊന്ന് എൻജോയ് ചെയ്യണം. സോ അതുകൊണ്ട് ഇതൊന്ന് കാണിച്ചിട്ട് ഞാൻ തിരിച്ചു പോകാൻ പോവാണ്. നിങ്ങളൊന്ന് കാണിച്ചുതരാം ഈ ഏരിയയൊക്കെ. ഉണ്ടോ, എന്തൊരു ഫീലാണെന്നറിയാം ഇവിടെ. സോ വെൽ മെയിൻറ്റെയിൻഡ് ഗാർഡനൊക്കെ ഉണ്ട്, നല്ല ഗാർഡൻ, സൂപ്പർ ഗാർഡൻ. കോട ഇങ്ങനെ വലിച്ചു വരുന്നുണ്ട്. കോട ഇത്രയും മൗണ്ടൻ്റെ മുകളിൽ മഠമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇവരാണെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കത്തുമില്ല, അതാണ് പ്രശ്നം. ഇതാണ് എൻട്രൻസ്. നമ്മൾ ആ സൈഡിൽ കൂടെയാണ് കയറിയത്. സോ അതാണ് പുറത്തോട്ടുള്ള വ്യൂ. നമ്മൾ കയറി വന്ന വഴി അതാണ് കേട്ടോ, പുറത്തോട്ടുള്ള വ്യൂ ആണ്. നമുക്കിന്ന് പുറത്ത് നിന്നിട്ട് ഈ പള്ളിയിലോട്ടുള്ള വ്യൂ കാണാം. നമ്മളതിൻ്റെ പുറകെ കൂടെയാണ് പോയത് കേട്ടോ. പുറകെ കൂടെ പോയിട്ട് ഇതിൻ്റെ അകത്ത് കയറി വരുക ചെയ്തേ. സോ കാണിച്ചു തരാം. പക്ഷെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ, ഒരു വല്ലാത്തൊരു ഫീല്, ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി ഫീലായി നമുക്ക് അതിൻ്റെ അകത്തോട്ട് കയറിയപ്പം. നമ്മൾ ചില ഇതുള്ള പള്ളിയിലോ അമ്പലത്തിലോ ഒക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ച് ചില അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീൽ ഉണ്ടാവാറുണ്ട്, അല്ല അതുപോലെ പള്ളികളിൽ പോകുമ്പോൾ. സോ അതുപോലൊരു പ്രത്യേക പോസിറ്റീവ് വൈബ് ഒരുപാട് ആൾക്ക് ശേഷം തോന്നിയൊരു പള്ളിയാണിത് കേട്ടോ. കാം ആൻഡ് ക്വയറ്റ്, അമേസിങ് വൈബ്. ഓക്കെ, അപ്പം ഞാൻ വീഡിയോ ഇവിടെ നിർത്താൻ പോവാണ്. എനിക്ക് ഒറ്റയ്ക്ക് അതിൻ്റെ അകത്തൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ശരി.